9 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇറാനെ എങ്ങനെ വീഴ്ത്താൻ കഴിയും, എങ്ങനെ പിടിച്ചു കെട്ടാൻ കഴിയും, എത്ര നാൾ കൊണ്ട് ഈ യുദ്ധം വിജയിപ്പിക്കാം എന്നതിലൊന്നും അമേരിക്കയ്ക്ക് ഒരു പിടുത്തവുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. യുദ്ധത്തിന്റെ 9ാം ദിവസമാണെന്ന്. ഈ 9 ദിവസത്തിനുള്ളിൽ അമേരിക്കയും ഇസ്രായേലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിധത്തിലുള്ള അതിഭീകരമായ തിരിച്ചടികളാണ് ഈ കഴിഞ്ഞ രാത്രിയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ശരിക്കും ഇസ്രായേലിനെയും അമേരിക്കയും ഇറാൻ ഞെട്ടിച്ചു കളഞ്ഞെന്ന് തന്നെ പറയേണ്ടിയും വരും. ഇത്രയും ഭീകരമായ ഒരു തിരിച്ചടി ഇസ്രായേലിന് മുമ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര ഭീകരമാണ് കാര്യങ്ങളെല്ലാം. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയ സാഹചര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. തെക്കൻ മിനാബിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആ ക്രൂരത, 160 കുരുന്നുകളെയാണ് അവർ അവിടെ കൊന്നു തള്ളിയത്. ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് ഇറാൻ പകരം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക ചതിയിലൂടെ കൊലപ്പെടുത്തിയ ആ 87 നിരപരാധികളായ നാവികരുടെ ചോരയ്ക്കും ഇറാൻ ഇപ്പോൾ കൃത്യമായി കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന, ആത്മീയ നേതാവ് കൂടിയായിരുന്ന ആയത്തുള്ള അലി ഖംനയുടെ ചതിയിലൂടെ വകവരുത്തിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല എന്ന കൃത്യമായ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ നൽകിയത്. ശരിക്കും ഇറാൻ അതിൻ്റെ തനിനിറം പുറത്തെടുത്ത ഒരു രാത്രി കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നുപോയത്. ശ്രദ്ധിക്കുക, ഇവിടെ ഇത്ര ഭീകരമായ ഒരു തിരിച്ചറി ഇസ്രായേലിന് മുമ്പ് ഇതിനു മുമ്പ് ഒരിടത്തും ലഭിച്ചിട്ടുമില്ല. CNN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും കൃത്യമായി പുറത്തുവിട്ടിട്ടുമുണ്ട്. ഇറാൻ മിലിറ്ററി ഇപ്പോൾ ഈ കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേലിനകത്ത് നടത്തിയ ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങൾ അവരവിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. നാം ഒന്നാലോചിക്കാം, നമ്മുടെ USS എബ്രഹാം ലിങ്കൺ നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ പോകുന്നതിന്റെ ചിത്രങ്ങൾ വരെ അവർ എടുത്തിട്ടുണ്ട്. USS എബ്രഹാമിനെ തകർക്കാൻ വേണ്ടി ഇറാൻ നടത്തിയ ശ്രമങ്ങൾ അവിടെ കൃത്യമായി കാണുന്നുണ്ട്. അപ്പോഴും പറയുന്നത് എബ്രഹാം ലിങ്കന് ഒരു അപകടം പറ്റിയിട്ടില്ല എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല, അവിടെ എബ്രഹാം ലിങ്കന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഒരു പരാതി ഉന്നയിച്ചിരുന്നു, ഇറാൻ വ്യാപകമായി ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. എന്താണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്നത് പ്രത്യേകത എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഒന്ന് വിശദമായി മനസ്സിലാക്കുകയും വേണം. ഒരു ബോംബ് ആകാശത്ത് വെച്ച് 8ആയി മാറുന്നു. 8 ബോംബുകളായിട്ട് മാറുന്നു എന്ന് മാത്രമല്ല, 5-6 കിലോമീറ്റർ ചുറ്റളവിൽ ഈ 8 ബോംബുകളായി മാറുന്ന ഈ സ്ഫോടന വസ്തുക്കൾ ആക്രമണം നടത്താൻ കഴിയുകയും ചെയ്യുന്നു. ആ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നു എന്നുള്ള ഒരു പരാതി ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും നേരത്തെ ഉയർന്നു വരികയും ചെയ്തതാണ്. ഇതൊരു യുദ്ധക്കുറ്റമാണെന്ന രീതിയിലായിരുന്നു ഇസ്രായേൽ ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി വ്യാപകമായി ഇവിടെ ഇറാൻ ഇസ്രായേലിനത്തെ ക്ലസ്റ്റർ ബോംബുകൾ വർഷിക്കുകയും ചെയ്തിരുന്നു. 100 കണക്കിന് ക്ലസ്റ്റർ ബോംബുകൾ ടെൽഅവീവിനെ കിടുകിട വിറപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിരവധി കെട്ടിടങ്ങളാണ് തകർന്ന് തരിപ്പണമായത്, ഒരു പിടി ചാരമായി മാറിപ്പോയതും. അതുപോലെ തന്നെ ജെറുസലേമിന്റെ അകത്തേക്ക് വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CNN ന്യൂസ് ചാനലുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലുമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനും കഴിയും. അതുപോലെ തന്നെ ഇവിടെ ഇറാൻ മിലിറ്ററിയുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ അവരുടെ ടെലിഗ്രാം ചാനലും ഒക്കെ ഉണ്ട്. അതിനൊന്നും കൂടാതെ ട്വിറ്ററിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാനും കഴിയും. അത്തരത്തിലുള്ള സമൂഹ മാധ്യമ പേജുകളിലും അക്കൗണ്ടുകളുമൊക്കെ ഒരു പരിശോധന നടത്തിയാൽ തന്നെ ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. റോഡുകളിൽ വാഹനങ്ങൾ കത്തിയമരുന്നതും ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും കത്തുന്നതുമായ ദൃശ്യങ്ങളിൽ നിന്ന് ലോകം ചർച്ച ചെയ്യുന്നത് കൂടിയാണ്. ഈ ആക്രമണങ്ങളുടെ തുടക്കം എവിടെ നിന്നായിരുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ബെൻഗൂറിയോൻ എയർപോർട്ടിന് നേരെയായിരുന്നു ഇറാൻ തുടങ്ങി വെച്ചത്. 2 ടൺ കിലോഗ്രാം തൂക്കമുള്ള, 2 ടൺ ഭാരമുള്ള വാർഹെഡ് ഘടിപ്പിച്ച ഖൊറാം ഷഹർ എന്നു പേരുള്ള ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിൽ 2000 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി. 2 ടണ്ണാണ് അതിൻ്റെ വാർഹെഡിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ബെൻഗൂറിയോൻ എയർപോർട്ടിന് നേരെ, ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തോടു കൂടിയാണ് തുടക്കമെന്നാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് നടന്ന ആക്രമണങ്ങളൊക്കെ ചെറിയ ചെറിയ ആക്രമണങ്ങൾ മാത്രമായിരുന്നു. ബെൻഗൂറിയോൻ എയർപോർട്ടിൽ തന്നെ ഈ മിസൈൽ ചെന്ന് പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ ചില മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട്. അതിനെല്ലാം ശേഷമാണ് ടെൽഅവീവിലേക്ക് വ്യാപകമായി ക്ലസ്റ്റർ ബോംബുകളെല്ലാം വർഷിച്ചത്. വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന രീതിയിലുള്ള ക്ലസ്റ്റർ ബോംബുകൾ വർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ജെറുസലേമിലേക്ക് ബോംബുകൾ വർഷിക്കുകയും അതെല്ലാം ബെൻഗൂറിയൻ ആയിരുന്നു തുടക്കം എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കണം. അതായത് ഇസ്രായേലിലെ അയൺ ഡോം അടക്കമുള്ള പ്രതിരോധ കവചങ്ങളെല്ലാം ഇറാന്റെ ഈ കരുത്തിന് മുന്നിൽ നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് നാം ഇവിടെ കണ്ടതും. ഇസ്രായേലിനെ മാത്രമല്ല, അമേരിക്കയും ഇറാൻ ശരിക്കും ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിന് നേരെ, വാർഷിപ്പിന് നേരെ അതിഭീകരമായ ഒരു ആക്രമണം ഉണ്ടായിട്ടുമുണ്ട്. ഇവിടെ ഹോർമുസ് കടലിടുക്കിൽ മറ്റു കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ആ കപ്പൽ. ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഈ കപ്പൽ 1000 കിലോമീറ്ററോളം പുറകോട്ട് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നും വാർത്തകൾ വരുന്നുണ്ട്. ഇന്നിവിടെ പ്രധാനപ്പെട്ട ചില ചാനലുകൾ ഇത് പുറത്തുവിട്ടിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ താഴുന്ന കമന്റുകൾ പ്രധാനമായി എന്തുകൊണ്ട് കപ്പലിന്റെ പേര് പറയുന്നില്ല എന്നുള്ളതാണ്. കപ്പലിന്റെ പേര് പറയത്തില്ല, കൃത്യമായി കപ്പലിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ വീണ്ടും പറയുന്നു, USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിന് നേരെ
ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അതിഭീകരമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ എന്ന് പറയുന്നത്. CNN ഉൾപ്പെടെയുള്ള ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എബ്രഹാം ലിങ്കൻ കപ്പൽ നേരെ ആക്രമണം ഉണ്ടായി. ആ എബ്രഹാം ലിങ്കൻ കപ്പൽ അവർ ഏറ്റെടുത്ത ദൗത്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, വേണ്ടി വന്നാൽ ഹോർമുസ് കടലിടുക്ക് വഴി മറ്റ് ചരക്ക് കപ്പലിൽ പോകുന്നതിന് വേണ്ട സംവിധാനം ഒരുക്കുമെന്ന്, അവർക്ക് അകമ്പടി സേവിക്കുമെന്ന്, അവർക്ക് സുരക്ഷ കൊടുക്കുമെന്നൊക്കെ അമേരിക്ക തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ അമേരിക്ക അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയാൽ ശക്തമായി തിരിച്ചടിച്ച് പൂർണ്ണമായി അമേരിക്ക പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കുവൈത്തിലെ അമേരിക്കൻ ബേസിന് നേരെ അതിശക്തമായൊരു അറ്റാക്കും ഉണ്ടായി. അതിനെയും ദൃശ്യങ്ങളടക്കം ഇവിടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട്. ബഹ്റൈനിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ശക്തമായൊരു ആക്രമണം ഉണ്ടായിട്ടുമുണ്ട്. ഈ ആക്രമണങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ ഓരോന്നായി പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അമേരിക്കയും ഇസ്രായേലും ഇറാനകത്തും ആക്രമണങ്ങൾ കടുപ്പിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതാപരമായ കാര്യമാണ്. 500-ലധികം ബോംബുകൾ കഴിഞ്ഞ ദിവസം മാത്രം വർഷിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതൊന്നും ഇറാന്റെ യുദ്ധം ചെയ്യാനുള്ള ശേഷിയെ ബാധിക്കുന്നില്ല എന്ന് ഇറാൻ വ്യക്തമായി പറയുന്നു. മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും ഇനി ഖേദിക്കേണ്ടി വരുമെന്നും ഇറാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് യുദ്ധം നിർത്താം, ചർച്ചയ്ക്ക് തയ്യാറാകാം, ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ട്രംപിന്റെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നിൽക്കക്കള്ളിയില്ലാത്ത സാഹചര്യമുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്കയും ഇസ്രായേലും പൊക്കൊണ്ടേയിരിക്കുകയാണ്. വലിയ തുക ഇതിനോടകം തന്നെ ചെലവായും കഴിഞ്ഞു. യുദ്ധവുമായി ബന്ധപ്പെട്ട് പോകാൻ കുത്തുപാള എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇങ്ങോട്ട് കയറി പറയുകയാണ്, ഇറാൻ പറഞ്ഞു യുദ്ധം നിർത്താൻ ഞങ്ങൾ തയ്യാറാണ്, ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് അമേരിക്ക പറയുമ്പോൾ, ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, തൽക്കാലം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലെ ഞങ്ങൾ പറഞ്ഞതാണ്, യുദ്ധം തുടങ്ങുന്നത് നിങ്ങളാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് എപ്പോഴാണെന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ്. അതുതന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത്. അതായത് അമേരിക്കയും ഇസ്രായേലും കരുതിയതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് അവർക്കിപ്പോൾ ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ പക്ഷമായി പറയുന്നത്. യുദ്ധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം, നീണ്ട യുദ്ധം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ അമേരിക്കയെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കരയുദ്ധത്തിൽ ഇറങ്ങ്, അപ്പോൾ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വെല്ലുവിളിക്കാണ് എന്ന രീതിയിലൊരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാക്ചിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്ക പാതി വഴിക്ക് മുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുമില്ല. അവർക്ക് ഇറാനിൽ കൊണ്ടുചെന്ന് ബോംബുകൾ വർഷിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇറാനെ ഇതൊന്നും കാര്യമായി ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ യുദ്ധം ചെയ്യാനുള്ള ശേഷി ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ നാവികശേഷി ഇതൊന്നും സൈഡിൽ പോലും കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, ഒരുപാട് കപ്പലുകളുടെ കണക്കൊക്കെ ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ശ്രീലങ്കൻ തീരത്തെ കപ്പലിനെ തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ട്രംപ് പറയുന്ന മറ്റവകാശവാദങ്ങളൊന്നും തന്നെ ഇവിടെ ഒരു മാധ്യമങ്ങളും കണ്ടിട്ടുമില്ല. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്ത് വന്നിട്ടുമില്ല. ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ വലിയ തോതിലുള്ള തിരിച്ചടി ട്രംപിന് കാത്തിരിക്കുക കൂടിയാണ്. ഹോർമുസ് കടലിടുക്കിൽ ആ ബ്ലോക്ക് അങ്ങനെ തുടരുമ്പോൾ എണ്ണക്ഷാമം രൂക്ഷമാകും. എണ്ണ ഉൽപ്പാദനം നടത്തുന്ന രാജ്യങ്ങൾക്ക് അത് വിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അറബ് രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെയൊക്കെ ഉത്തരം പറയേണ്ടത് ട്രംപ് മാത്രമാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഡോളർ കൂപ്പുകുത്തുകയും ചെയ്യും. അമേരിക്കയുടെ കാര്യം പിന്നെ പരുങ്ങലാകുകയും ചെയ്യും. കാരണം ഈ എണ്ണ വിനിമയം മുഴുവൻ ഡോളറിലാണ് ഉണ്ടാകുന്നത്. ബാങ്കിങ് മേഖലയിലും സാമ്പത്തിക മേഖലയിലുമൊക്കെ തകർന്നിറങ്ങുന്ന അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമാകുന്ന നിരവധി പ്രതിസന്ധികൾ ഈ യുദ്ധം നീണ്ടുപോയാൽ അമേരിക്കയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇറാന്റെ ഇപ്പോഴത്തെ വെല്ലുവിളി അങ്ങനെയുള്ളത് കൂടിയാണ്. എത്ര നാൾ നീണ്ട യുദ്ധത്തിനാണെങ്കിലും ഞങ്ങൾ സജ്ജരാണ്, കരയുദ്ധത്തിനും ഞങ്ങൾ റെഡിയാണെന്ന് ഇറാൻ പറയുമ്പോൾ അമേരിക്കയെ ഒരു വലിയ കുരുക്കിലേക്ക് വീഴ്ത്തുകയാണ് അവരവിടെ ലക്ഷ്യം വെക്കുന്നത്. ചില ആളുകൾക്ക് ഈ വാർത്ത എവിടെ നിന്നാണ് കിട്ടുന്നത്, എന്തൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളും പ്രതികരണങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകാറുണ്ട്. ഒന്ന്, ദയവ് ചെയ്ത് നിങ്ങൾ ജനൻ TV മാത്രം കണ്ടുപോകരുത്. അല്ലെങ്കിൽ ഒരു മലയാള മാധ്യമങ്ങൾ, ആ ചാനലുകൾ മാത്രം, ചില മാധ്യമങ്ങളുണ്ട്, ആ മാധ്യമങ്ങൾ മാത്രം നിങ്ങൾ കണ്ടുപോകരുത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുമില്ല. കഴിയുമെങ്കിൽ CNN, അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, അൽ ജസീറ തുടങ്ങിയ ചാനൽ കൂടി ഒന്ന് വല്ലപ്പോഴും പരിശോധിക്കുന്നത് നല്ലതാണ്. അവിടെ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ BBC ഇത്തരത്തിലുള്ള ചാനൽ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതിൽ കാണുന്ന ദൃശ്യങ്ങളും അതിൽ പറയുന്ന കാര്യങ്ങളും എന്താണെന്ന് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ എടുത്തിട്ടുള്ള പ്രതികരണവുമായി രംഗത്ത് വരിക. ഏതായാലും അത്തരത്തിലുള്ള ചാനലുകളിൽ കൊടുക്കുന്ന ദൃശ്യങ്ങളെടുത്ത് അത് കൊടുക്കാൻ ചില പരിമിതികളുണ്ടെന്ന് മാത്രമാണ് ഞങ്ങൾക്കും അത് കാണിക്കാൻ പറ്റാത്തത്. കോപ്പറേറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായും ആ ദൃശ്യങ്ങളൊന്നും കാണിക്കാൻ കഴിയാത്ത. എന്തായാലും ആ ചാനലുകൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ വാർത്ത നേരിട്ട് ഇറാനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒന്നും പോയിട്ട് എടുക്കുന്ന വാർത്തകളല്ല. ഇവിടെ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ തന്നെയാണ്. അത് കിട്ടുന്ന വിവരങ്ങൾ മലയാളത്തിൽ പ്രേക്ഷകരുമായി, പച്ച മലയാളത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു എന്നതിനപ്പുറം മറ്റു വഴികളൊന്നും വാർത്തകൾ കിട്ടാൻ ഒരു സോഴ്സുമില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ മറ്റുള്ള ചില ചാനലുകൾ മാത്രം കാണാതെ
ഞാൻ പറഞ്ഞ ചാനൽ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കുമെന്ന് കൂടി പറയാനുണ്ട്. ഇറാൻ ഇന്നലെ നടത്തിയ ഈ നീക്കം ഒരിക്കലും അമേരിക്ക മറക്കില്ല, ഇസ്രായേൽ മറക്കില്ല. അതിശക്തമായ നീക്കമായിരുന്നു. ഇറാന്റെ തനിനിറം കണ്ട രാത്രി കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതുവരെ ഇത്ര ഭീകരമായിട്ടുള്ളൊരു മുഖം അമേരിക്കയും ഇസ്രായേലും കണ്ടു കാണാൻ സാധ്യത കൂടിയില്ല. അത്ര ശക്തമായ തിരിച്ചടിയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും. അമേരിക്ക പാതി വഴിക്ക് മൂന്ന കാഴ്ചയാകും ഇനി നമ്മൾ കാണാൻ പോകുന്നതും. ഇറാനെ ഉടനടി തീർത്ത് കളയാമെന്ന ലക്ഷ്യം നടക്കില്ല എന്ന് അമേരിക്കയ്ക്ക് ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട്.